യേശുവിൻ്റെ സ്നേഹത്തെ അറിയാതെ, ഈ യേശുവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കാതെ ഓരോ നിമിഷങ്ങളിലും ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എക്സൽ മീഡിയ ടിവിയിലൂടെ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യരായ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഈ ലോകത്തിൽ പരസ്യ ശുശ്രൂഷയിലായിരുന്ന സമയത്ത് തൻ്റെ ശുശ്രൂഷാ കാലയളവിൽ എന്താണ് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച് സമ്മറി നമുക്ക് മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും. അവിടെ നാം കാണുന്നത് യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. എന്തുകൊണ്ട് കർത്താവ് ഈ ശുശ്രൂഷ ചെയ്തു? അതിൻ്റെ ഉത്തരം 36-ാം വാക്യത്തിലുണ്ട്. അവൻ പുരുഷാരത്തെ ഇല്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടു. അവരെക്കുറിച്ച് മനസ്സറിഞ്ഞു. നോക്കൂ, താൻ കടന്നു ചെന്ന ഇടങ്ങളിലൊക്കെയും താൻ കണ്ട പുരുഷാരം, താൻ കണ്ട ജനക്കൂട്ടം അവർ കുഴഞ്ഞവരായിരുന്നു, ചിന്നിയവരായിരുന്നു, ഇടയനില്ലാത്ത ആടുകളെ പോലെയായിരുന്നു. അതുകൊണ്ട് കർത്താവ് അവരോട് മനസ്സലിഞ്ഞു. നോക്കൂ, കർത്താവ് അവരോട് മനസ്സലിഞ്ഞു എന്ന് നാം പഠിക്കുമ്പോൾ ഈ മനസ്സലിവ് തന്നെ പ്രവർത്തനത്തിലേക്ക്, തന്നെ പ്രവൃത്തിയിലേക്ക് ലീഡ് ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് രോഗം ബാധിച്ചവരും അതുപോലെ ആത്മീകമായി മരിച്ചവരുമായ ജനത്തെ കർത്താവ് കണ്ടപ്പോൾ അവരോട് മനസ്സലിഞ്ഞു, അവർ ഉപദേശിച്ചു. അവരുടെ അടുക്കിലേക്ക് പോയി അവരുടെ ഇടയിലുള്ള സകലവിധ ദീനവും വ്യാധിയും കർത്താവ് സുഖമാക്കി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവ് ഇവിടെ തൻ്റെ ശിഷ്യന്മാരോട് ഇത് ചെയ്തു കഴിഞ്ഞിട്ട് ശിഷ്യന്മാരോട് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കർത്താവ് എങ്ങനെയാണ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്? കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. നമ്മുടെ ചുറ്റുപാടുകളിൽ കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്ന നിലങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതായത് യേശു കർത്താവിനെ ആവശ്യമുള്ള, യേശുവിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ ആഗ്രഹമുള്ള, കർത്താവിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ നിത്യരക്ഷയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ആഗ്രഹമുള്ള ഒരു വലിയൊരു കൂട്ടം നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. നമുക്കറിയാം, അങ്ങനെ ഇരിക്കുമ്പോഴും ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ മടി കാണിക്കുന്ന ഒരു വലിയൊരു കൂട്ടം നമ്മുടെ ചുറ്റുപാടുണ്ടെന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായ കാര്യമാണ്. അതുകൊണ്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയാണ്, ഈ കുഴഞ്ഞവരും ചിന്നിയവരുമായിട്ടുള്ള ഈ വലിയൊരു കൂട്ടത്തെ കണ്ടിട്ട് മൗനമായിട്ടിരിക്കുവാനല്ല, എന്താണ്, കൊയ്ത്തിന് വേണ്ടിയിട്ട് കൊയ്ത്തിൻ്റെ യജമാനനോട് പ്രാർത്ഥിക്കണം, എന്തിന്? വേലക്കാരെ അയക്കാൻ പ്രാർത്ഥിക്കണമെന്ന് തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുപാടുകളെ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. എത്രയോ പേർ ഓരോ നിമിഷങ്ങളിലും ഈ യേശുവിൻ്റെ സ്നേഹത്തെ അറിയാതെ, ഈ യേശുവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കാതെ ഓരോ നിമിഷങ്ങളിലും ഈ ലോകം വിട്ട് പോകുന്നു. കർത്താവിൻ്റെ ആ കമ്പാഷനേറ്റ് ആ ഹൃദയം നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. യു ഷുഡ് ഗോ. ഞാൻ ചെയ്തതുപോലെ നീയും ചെയ്യാൻ, നാം ഓരോരുത്തരും ചെയ്യാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. നോക്കൂ, നമുക്കൊക്കെ ഈസി മെത്തേഡ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വേല ചെയ്യാൻ പലരും മടിക്കുന്നതിൻ്റെ കാരണം എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ള തിരിച്ചറിവ് ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ്. എന്നാൽ ദൈവം തൻ്റെ വേലയ്ക്ക് വേണ്ടി തൻ്റെ ജനത്തെ വിളിക്കുന്ന സമയത്ത്, പ്രിപ്പയർഡ് ആകുന്ന സമയത്ത്, പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തിനു വേണ്ടിയാണോ അയക്കുന്നത് അതിന് തക്കവണ്ണം എക്യുപ്പ് ചെയ്തിട്ട് നമ്മെ അയക്കത്തുള്ളൂ, അല്ലേ? ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിട്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ചുറ്റുപാടും ഇനിയും യേശുവിൻ്റെ സ്നേഹത്തെ അറിയാത്ത കുഴഞ്ഞവരായ, ചിന്നിയവരായ അനേകരുണ്ട്. അവരോടുള്ള മനസ്സലിവ് നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് വരണമെന്നെ കർത്താവ് ആഗ്രഹിക്കുന്നു. മനസ്സലിവ് വരുന്ന സമയത്ത് അത് വെറും ഒരു ഫീലിംഗ് ആയിട്ട് നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കുകയല്ല, മറിച്ച് അത് പ്രവൃത്തി പഥത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണം എന്നുള്ള കാര്യം കർത്താവ് ആഗ്രഹിക്കുന്നു. അതാണ് കർത്താവ് ചെയ്തത്. മാത്രമല്ല,
നാം പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരും ഈ പ്രവൃത്തിയിലേക്ക്, അതായത് ദൈവത്തിൻ്റെ വേലയിലേക്ക് ഇറങ്ങുവാൻ വേണ്ടി, തയ്യാറെടുക്കുവാൻ വേണ്ടി നമ്മോട് പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്, അല്ലേ? സാധാരണയായി നാം ഓരോരുത്തരും നമ്മളൊക്കെ സഭകളിലൊക്കെ എണ്ണം പറയാറുണ്ട്. ഇത്ര വിശ്വാസികൾ ഞങ്ങളുടെ സഭയിലുണ്ട്, ഇത്ര രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ ഞങ്ങളുടെ സഭയിലുണ്ട്. സാധാരണ നമ്മൾ ഓരോരുത്തരും എണ്ണം പറയാറുണ്ട്. എന്നാൽ നമ്മുടെ വിഷൻ 200 പേര് വിഷനകത്ത് നമ്മൾ പറയും 200 പേരുടെ സഭയ്ക്കകത്ത് പുതുതായിട്ട് വിശ്വാസത്തിൽ വന്നു, അല്ലെങ്കിൽ ഇത്ര പേരുടെ സഭയിലുണ്ട് എന്ന് പറയുന്നതിനേക്കാളും ഇനിയും എത്ര പേർ ഹല്ലേലൂയ കർത്താവിനെ അറിഞ്ഞ് സഭയിലേക്ക് അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് അവകാശികളാകാൻ എത്ര പേർ വെളിയിലുണ്ട് എന്നുള്ള ചോദ്യമായിരിക്കണം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകേണ്ടത്. ഞാൻ ഒരു ചെറിയൊരു കണക്ക് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നോക്കൂ, കേരളം മാത്രം 14 ജില്ലകളുള്ള നമ്മുടെ മനോഹരമായ കൊച്ചു കേരളം, ഈ കേരളത്തിൻ്റെ അവസ്ഥ ഞാൻ നിങ്ങളോടൊന്ന് പറയാം. നാം സാധാരണയായിട്ട് പറയുന്ന കേരളം മുഴുവനായി സുവിശേഷീകരിക്കപ്പെട്ടു എന്നാണ്. എന്നാൽ ഒരു ചെറിയൊരു കണക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കേരളത്തിൽ 417 പീപ്പിൾ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ എത്നിക് ഗ്രൂപ്പ്സ് ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. 417. ഈ 417 എന്ന് പറയുന്ന സമയത്ത് ഭാരതത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ വന്ന് താമസിച്ച് നിൽക്കുന്ന വ്യക്തികളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാനത് പറയുന്നത്. കേരളത്തിലെ മാത്രം നമ്പറാണ് ഞാൻ പറയുന്നത്. ബാക്കി നിങ്ങൾ ഊഹിച്ചുകൊള്ളുക. ബാക്കി നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ 417 പീപ്പിൾ ഗ്രൂപ്പ് കേരളത്തിലുണ്ട്. അതിൽ 368 പീപ്പിൾ ഗ്രൂപ്പ്സ് ഇനിയും കർത്താവിനെ അറിയാത്തവരാണ്. നോക്കൂ, 368 പീപ്പിൾ ഗ്രൂപ്പ്സ്. ഇനിയും അതിൽ വെറും 49 പീപ്പിൾ ഗ്രൂപ്പിന് മാത്രമേ സുവിശേഷമായിട്ട് എത്തിപ്പെടാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. കേരളത്തിലെ അവസ്ഥയാണ്. നാം സാധാരണ പറയുന്ന കേരളം സുവിശേഷീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ ഇനിയും 368 പീപ്പിൾ ഗ്രൂപ്പ് കേരളത്തിൽ മാത്രം കർത്താവിൻ്റെ സ്നേഹം അറിയാനുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം എത്രമാത്രം തകരണം, അല്ലേ? ഞാൻ അതോട് ചേർന്ന് ഒരു വാക്കുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റീച്ച് ചെയ്യപ്പെടാതിരിക്കുന്ന ഒരു പീപ്പിൾ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് മുസ്ലിംസാണ്. ഏകദേശം 1 കോടിയോളം വരുന്ന മുസ്ലിംസ് നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്. അതിൽ വളരെ ചുരുക്കം ആളുകളെ കർത്താവിനെ അറിയുന്നു. അതൊരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ എത്ര പേര് കർത്താവിനെ അറിയാതെ നമ്മുടെ ചുറ്റുപാടുകളിൽ കിടക്കുന്നു. അങ്ങനെയാകുന്ന സമയത്ത് നമ്മോട് കർത്താവ് പറയുന്നൊരു കാര്യം, നമ്മളെന്തെങ്കിലും കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പ്രാർത്ഥിക്കുകയും വേണം. ഒരുപാട് പേരെ കർത്താവ് അയക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതോട് ചേർന്ന് നമ്മോട് ചോദിക്കേണ്ട ഒരു കാര്യം, ആമായില്ലേ, ഞാൻ അതിന് തയ്യാറാണ്. അങ്ങനെ തയ്യാറായി കർത്താവിൻ്റെ വേല ചെയ്യാനിറങ്ങാൻ എൻ്റെ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. ഈ ജീവിതത്തിൽ ഈ ലോകത്തിൽ വെച്ച് എന്തൊക്കെ വെട്ടിപ്പിടിച്ചാലും എന്തൊക്കെ നേടിയാലും അതൊക്കെ ഈ ലോകത്തിൽ വെച്ച് നമ്മൾ വിട്ടുപോകുന്ന അതായത് ലോകത്തിൽ അവസാനിച്ചു പോകുന്നുള്ള കാര്യം മറക്കരുത്. പക്ഷേ കർത്താവിന് വേണ്ടി ചില ആത്മാക്കളെ നേടുവാൻ, ഹല്ലേലൂയ, കർത്താവിൻ്റെ മനസ്സലിവോടുകൂടെ ചില ആത്മാക്കളെ നേടുവാനും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരുടെ ഫിസിക്കൽ നീഡ്സിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുവാനും ഏത് വിധേനയും ചിലരെ കർത്താവിന് വേണ്ടി നേടുവാനും നാം തയ്യാറായ തീർച്ചയായിട്ടും അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത്. ഇന്ന് കർത്താവ് നമ്മളോട് ചോദിക്കുന്നു, ഹൂ വിൽ ഗോ ഹും ഷാൽ ഐ സെൻഡ്? ഞാൻ ആരെ നമുക്ക് വേണ്ടി പോകും, ആരെണ്ണമായിട്ടേക്ക്? നമുക്ക് കർത്താവിനോടൊന്ന് പറയാമോ? കർത്താവ്, ഞാൻ തയ്യാറാണ്, പോകുവാൻ തയ്യാറാണ്. ആ ഒരു മനസ്സലിവോടെ കർത്താവെ, ജനത്തെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കാണുന്ന മനസ്സലിവോടെ, ആ മനസ്സലിവോടെ എനിക്കും പോകുവാനുള്ള കൃപ തരണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. മറന്നു പോകരുത്, ഇനിയും അനേകർ കർത്താവിനെ അറിയേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ കണക്ക് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെയാകുമ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളിലെ ഓരോ കാര്യങ്ങളും നമുക്ക് ചിന്തിച്ചാൽ മാത്രം മതി. എത്രയോ പേർ കർത്താവിനെ അറിയേണ്ടതായിട്ടുണ്ട്. നമുക്ക് കർത്താവിനോട് പറയാം, അപ്പം എന്നെ അയക്കണം, എന്നെ എക്യൂപ്പ് ചെയ്യണം. ഈ വചനങ്ങളാണ് കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. വരുന്ന ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വേല ആവോളം ചെയ്യുവാൻ, ശക്തിയോടെ ചെയ്യുവാൻ, കമ്പാഷനേറ്റോടെ ചെയ്യുവാൻ കർത്താവിനെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു.